ചൈന ഇറാനിൽ കാവൽ നിൽക്കുകയാണെന്ന് ഇസ്രായേൽ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം ഇസ്രായേലിനെയും അതേപോലെ അമേരിക്കയെയും ഇത്ര ശക്തമായ രീതിയിൽ എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. അത് അങ്ങനെയൊന്നുമല്ല സംഭവം നടക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറം വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇറാൻ്റെ സഹായമുണ്ട്. ഇറാൻ്റെ സഹായമുണ്ടെന്ന് മാത്രമല്ല, ചൈനയുടെ സഹായമുണ്ട്. ചൈനയുടെ സഹായമുണ്ടെന്ന് മാത്രമല്ല, ചൈന ഇറാനിൽ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ രാജ്യത്ത് നിന്നോ അതല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നത് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളാണ്. മിസൈൽ വേഗ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പ്രതിരോധിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലിലും ചൈനയുടെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ ഉണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്ന തരത്തിലും ഒരു പ്രസ്താവന കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ അതിജീവിക്കുക എന്ന് പറഞ്ഞത് പ്രയാസമാണ് എന്ന തരത്തിലേക്ക് അവർ പറഞ്ഞു വെക്കുകയാണ്. ലോകത്തെ എല്ലാ രാജ്യവും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് യുദ്ധം നടത്തുകയാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും എന്നുള്ള വീമ്പ് പറച്ചിലൊന്നും ഇപ്പം നിലവിലില്ല എന്ന് ചുരുക്കം. അവരങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ പേരിലും റഷ്യയുടെ പേരിലും മറ്റുള്ള പേരിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആരോപണങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്തത്. ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു തമാശ കഥകൾ മാത്രമാണ്, അതല്ലാതെ അതൊരു വലിയ വിഷയ കാര്യങ്ങളൊന്നും അല്ല എന്ന് ചുരുക്കം. അപ്പോൾ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള നിരാശയിലാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇസ്രായേലിനകത്തുള്ള സർവ്വ സൈനിക ശാസ്ത്ര സംവിധാനങ്ങളുടെ രഹസ്യങ്ങളും തങ്ങൾ ചോർത്തിരിക്കുന്നു. തങ്ങൾക്കറിയാത്ത ഒരു രഹസ്യ സംവിധാനം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ആയുധങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മേഖലയും നിലവിൽ ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു പ്രയോഗം മുൻപ് നടത്തിയത്, ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം, മുമ്പ് നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അത് UN സഭയിൽ വെച്ചാണ് പറഞ്ഞത്. ഒരു പ്ലേ കാർഡ് ഉയർത്തി കാട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ കൈവശത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു മേഖല അറേബ്യൻ രാജ്യങ്ങളിലോ ഇറാനിലോ ഇല്ല എന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ സഹകരണത്തിന് അപ്പുറം നിസ്സഹകരണ രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ ചുരുക്ക രീതി. എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത് യുദ്ധം ആരംഭിച്ചതോടുകൂടി അതിൻ്റെ റൂട്ടുകളൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ രീതികൾ വ്യത്യസ്തമാണ്. ആ പറഞ്ഞതിൻ്റെ നേരെ ഉൾട്ടാ രീതിയാണ് നടന്നത്. നിയന്ത്രണങ്ങൾ അപ്പാടെ ഉള്ളത് ഇറാൻ്റെ കൈവശത്തിലാണ് എന്നുള്ള ഭാഗം കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി ഇറാൻ മാറിയിരിക്കുന്നു. അഥവാ റഷ്യയുടെയും ചൈനയുടെയും എല്ലാം പൂർണ്ണമായിരിക്കുന്ന സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. പല ഘട്ടങ്ങളിലായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ, അതായത് ഇറാനുമായിട്ട് യുദ്ധം നിയന്ത്രിക്കണം, ഇറാനുമായിട്ടുള്ള യുദ്ധം അത്ര ഉചിതമല്ല എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ കാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ എത്രത്തോളം കാലം ഗൗരവത്തിൽ നിൽക്കുന്നോ അത്രയും കാലം
നമ്മൾ പ്രതിരോധിച്ചേ പറ്റൂ. നമ്മൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെതറിക്കിടക്കുന്ന ജൂത വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യുദ്ധം. അതിന് നമ്മളെ പ്രതിരോധിക്കുന്ന സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അവിടെ സൈനിക ബലം കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ റൂട്ടിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അഥവാ ഇസ്രായേൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവരെ സഹായിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഏറ്റെടുത്തത് എന്നുള്ള ഭാഗവും കൃത്യമാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇറാനെ ഒതുക്കുക എന്നുള്ളത് ഒരു തരത്തിലും നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ചൈന ഇറാനിൽ സുരക്ഷാ ബലം തീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരാണ് അവിടെ കാവലിരിക്കുന്നത് എന്നൊരു പ്രയോഗം ഇസ്രായേൽ നടത്താനുള്ള കാര്യം. ഈ ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അത് സർവനാശത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ്. അവരുമായി ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വിജയിക്കാത്ത ഒരു സംഭവമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം തീർച്ചയായിട്ടും അമേരിക്കക്കുണ്ടാവും. ആ കാര്യത്തിലും യാതൊരു സംശയവും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ യുദ്ധവിരാമം എന്ന് പറയുന്നത് ഇപ്പോഴും ആലോചിക്കുന്നത് അമേരിക്കയാണ്, ഇസ്രായേൽ അല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒന്ന് എത്തണം എന്നുള്ളതാണ്. എവിടെയും എത്താത്തൊരു സ്ഥിതി വരുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവിടെയുണ്ട്. ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ അകത്തുണ്ട്. ഇസ്രായേൽ ഒരു പൗരൻ പോലും സുരക്ഷിതമല്ല എന്ന് ഏറെക്കുറെ അവർക്ക് ബോധ്യമായിരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ കാര്യങ്ങൾ പോകുന്നത്. അഥവാ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചൊരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു രാജ്യത്തിനെ അതിജീവിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ സാങ്കേതിക വിദ്യയും അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിജീവിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക എന്നുള്ളതും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ അവസാനിക്കണമെങ്കിൽ അത് ആര് കരുതണം? ഇറാൻ അല്ല കരുതേണ്ടത്, അമേരിക്ക കരുതണം. യുദ്ധം ഞങ്ങൾ നിർത്തുകയാണ് എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് അമേരിക്കക്കാണ്, ഇവർക്കല്ല, ഇറാനല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇറാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമാണ് ഇപ്പം നടത്തുന്നത്. അതല്ലാത്ത രീതിയിൽ ഈ എന്തെങ്കിലും അധികാരം കിട്ടാനോ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ നടത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഈ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ചില പരാമർശം കൂടി ഇസ്രായേലിൻ്റെ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ റഷ്യയും ഉക്രൈൻ നേരിട്ടുള്ള യുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അത് ഒറ്റ വാക്കിൽ നിരീക്ഷിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു ഭാഗത്ത് റഷ്യ ആണെങ്കിൽ മറുഭാഗത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ്. അല്ലാതെ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനോ തകർക്കാനോ റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അതിന് അങ്ങനെ ഒരുപാട് കാലം കാത്തു നിൽക്കേണ്ട കേസൊന്നും അതിനില്ല. എന്നിട്ടും അത് നടക്കാത്തതിൻ്റെ കാര്യം ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 5ാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇത്ര നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധ സംവിധാനം ഉണ്ടായത്. ഇന്നലെയും അവരുടെ തലസ്ഥാന നഗരി കീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ ആക്രമണ പരമ്പര തന്നെ റഷ്യ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടിയും തിരിച്ചടിയുമായിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു അവസ്ഥയും സാഹചര്യവുമാണ് അവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സമാന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ അവർ പറയുന്ന കാര്യം നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്: ഇറാന് മാത്രമല്ല ഈ യുദ്ധത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യണം? ഇതിനൊരു പരിരക്ഷ വേണം.
അതായത് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാവണം. ആ വിജയം ഉണ്ടാവാനുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ റഷ്യ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഒരിക്കലും അമേരിക്കയോ ഇസ്രായേലോ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ സാധിച്ചാൽ ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയപ്പെട്ട റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സഹായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന് ചൈനയും റഷ്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം.